ഇപ്പോൾ നിൽക്കുന്നത് ഈ കുട്ടികൾ പഠിച്ച സ്കൂളിലാണ്. ഇന്ന് സ്കൂളിന് അവധിയാണ്, ശനിയാഴ്ചയാണ്. അപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും PTA പ്രസിഡന്റും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാണ് നിങ്ങൾ രക്ഷിതാക്കളുടെ ഒരു ആശങ്ക? എന്തൊക്കെ മാറ്റം ആ റൂട്ടിൽ വരുത്തണമെന്നാണ്? ഈ അപകടത്തിന് കാരണമായ പ്രധാന കാരണം എന്ന് പറയുന്നത് വളവോടുകൂടിയ വലിയ ഇറക്കാണ്. ആ ഇറക്കം അതിനൊരു സ്പീഡ് ഏത് സമയങ്ങളായാലും രാത്രിയായാലും പകലായാലും ആ സ്പീഡ് ഒന്ന് നിയന്ത്രിക്കുന്ന തരത്തിലുള്ളൊരു സംവിധാനമാണ്, ഒരു സ്ഥായിയായിട്ടുള്ള സംവിധാനമാണ് ആവശ്യപ്പെടുന്നത്. ഈ റോഡ് ഒരു സ്ഥിരമായ ഒരു ഡിവൈഡർ, അത് ഇരുമ്പിൻ്റെ ഒരു ഡിവൈഡർ അല്ല ഉദ്ദേശിക്കുന്നത്. കോൺക്രീറ്റ് ബ്ലോക്ക് ഉപയോഗിച്ചുള്ള ഒരു ഡിവൈഡർ കച്ചേരിപ്പടി മുതൽ പനയമ്പാടം UP സ്കൂൾ വരെയുള്ള മേഖലകളിൽ സ്ഥിരമായിട്ട് സ്ഥാപിക്കുക. വൺ വേ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പീഡ് കുറഞ്ഞു പോവുകയുള്ളൂ. അതുപോലെ തന്നെ സ്പീഡ് ബ്രേക്കറുകൾ, ഹമ്പുകളല്ല, സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ വാഹനങ്ങളുടെ സ്പീഡ് പരമാവധി കുറച്ചു പോകുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാവുക. കുട്ടികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾ നടന്നു പോകുന്നതിനുള്ളൊരു നടക്കാനുള്ള സൗകര്യം ഈ കരിമ്പ പനയമ്പാടം സ്കൂളിൻ്റെ പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഫുട്പാത്തില്ല. കുട്ടികൾ സ്കൂൾ വിട്ട് നടന്നു പോകുന്നത് റോഡിൽ വാഹനം സഞ്ചരിക്കുന്ന റോഡിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത്. ഈ അപകടത്തിന് കാരണമായതും അത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെ തന്നെ മക്കൾ ഇവിടെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അവരൊക്കെ മാനസികമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് അവർ ഈ ഒരു അപകടം കഴിഞ്ഞ് അവർക്ക് പോകാനൊക്കെ പേടിയുണ്ടോ? അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവർ ഇന്നലെ പൊതുദർശനത്തിൽ കുട്ടികളുടെ മൃതശരീരം വെച്ച് അത് കാണാൻ തന്നെ പോകുന്നതിന് കുട്ടികൾ പേടി ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഇന്നലെ എൻ്റെ മകനോടടക്കം ചോദിച്ചപ്പോൾ അവർ പോണോ അച്ഛ എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു കുട്ടികൾ. ഒരുപാട് പിള്ളേർ ഈ കുട്ടികളെ കാണുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് അവർക്കത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളതുകൊണ്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വരാത്തൊരു സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ് ഇതുള്ളത്. കൃത്യമായ ഒരു കൗൺസിലിങ്, കുട്ടികളുടെ മാനസികവും ആരോഗ്യകരമായിട്ടുള്ള അവരെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം സ്കൂൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് മാത്രം പോരാ എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങളുടേത്. അതിന് സർക്കാർ തലത്തിലുള്ളൊരു സംവിധാനം കുട്ടികളുടെ എത്രയും പെട്ടെന്ന് അവരുടെ ഒരു മാനസിക പിരിമുറക്കം അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കൂടി ആവശ്യപ്പെടുകയാണ്. കുട്ടികളെ നേരെ അടുത്ത തിങ്കളാഴ്ച വരുന്ന പരീക്ഷാ ദിവസമാണല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഇത് പോസിബിൾ ആയിരിക്കും ഇങ്ങനെ ഒരു അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കില്ല, അതൊക്കെ ആ ദിവസങ്ങളിൽ നടത്താൻ കഴിയുമോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്നലെ തൊട്ട് തന്നെ നമ്മൾ ഈ പരിക്ക് പറ്റിയ കുട്ടിയുടെ കൂടെയുള്ള കുട്ടിയെ 4 ആൾ മരിച്ചപ്പോൾ കൂടെ ഒരു കുട്ടി രക്ഷപ്പെട്ടിരുന്നു. അവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു കൗൺസിൽ ടീച്ചർ നമ്മുടെ സ്കൂളിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അതേമാതിരി ഹെൽത്തിൽ നിന്ന് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ തിങ്കളാഴ്ച എക്സാം നമ്മളിവിടെ ഒരു അനുസ്മരണവും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ നേരത്തെ. അത് കഴിഞ്ഞ് അവർ എക്സാമിന് വരുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾ നല്ല ടീച്ചേഴ്സിൻ്റെ യോഗം ഇവിടെ വിളിച്ചിരുന്നു. ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ യോഗത്തിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. എല്ലാവരും അവരെ എക്സാമിന് പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അധ്യാപകരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. അവരും തയ്യാറാണോ ക്ലാസ്സിലേക്കൊക്കെ വരാൻ? അവർക്ക് പ്രയാസമുണ്ട്. അവർക്ക് വന്നല്ലേ മതിയാവുള്ളൂ. കാരണം നമ്മൾക്ക് കുട്ടികളെ ഇതിൽ നിന്ന് മുക്തരാക്കി എടുക്കൽ ഞങ്ങളുടെയൊക്കെ ബാധ്യതയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് അവരൊക്കെ സഹകരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ ഇവിടെ വേണ്ടി വരില്ല റോഡിന്റെ പാതയിൽ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ? അപ്പോൾ നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഇത് റോഡ് പുനർനിർമ്മിക്കപ്പെട്ടപ്പോൾ അലൈൻമെന്റിലുണ്ടായ നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തത് ഇത് തന്നെയായിരുന്നു. മാനസികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഈ കുട്ടികളും അധ്യാപകരും ഒക്കെയും. അവരുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതുണ്ടാവുമെന്ന് നമുക്ക് കരുതാം, അല്ലേ? എന്നാലും അറിയപ്പെടാത്ത, അതായത് പുറത്തു വരാത്ത ഒരുപാട് അപകടങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു നടപ്പാത
ഇപ്പോൾ തച്ചമ്പാറ സ്കൂളിന് മുമ്പിലും മുണ്ടൂർ സെൻറ്ററിലൊക്കെ ചെയ്തതുപോലെ ഒരു നടപ്പാത നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പോയി വരാനുള്ള സൗകര്യത്തിനുള്ള നടപ്പാതയും റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാലം, അതായത് പാലക്കാട് കരിമ്പയിൽ 4 വിദ്യാർത്ഥികളുടെ ജീവൻ എടുത്ത വാഹന അപകടമുണ്ടായ സ്ഥലം ഇന്ന് ഉന്നതതല സംഘം പരിശോധിക്കും. 11:30 സംയുക്ത വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരായിരിക്കും ഈ സ്ഥലം സന്ദർശിക്കുക. തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം എന്നതിൽ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ഗോകുൽ പറയുന്നത്.